വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി സ്റ്റൈൽ മട്ടൻ ബിരിയാണിയാണ്. കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനായി 8 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ നൈസായി കട്ട് ചെയ്തെടുക്കണം. ഇതിനായി ഞാനിവിടെ ഒരു ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് വളരെ നേർമയായി അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. വളരെ തിന്നായി സവാള കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സവാളയെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് ഞാനിവിടെ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത്. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. സവാളയുടെ നിറം ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ അടുപ്പിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാ സവാളയും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കാഷ്യൂ നട്ട്സ് ആണ്. കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് കുറച്ച് റേസിൻസ് ആണ്. ഇതെല്ലാം നമ്മൾ ബിരിയാണിയെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് റേസിൻസും ഞാനിവിടെ കോരി മാറ്റി വെക്കുന്നുണ്ട്. മസാലയ്ക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുക്കാം. ഇതിനായി 3 തുടം വെളുത്തുള്ളിയും അതിൻ്റെ പകുതി അളവിൽ ഇഞ്ചിയും 10 പച്ചമുളകും ചേർത്ത് ഞാനിവിടെ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടി ചേർക്കാവുന്നതാണ്. നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സവാള ഞാനൊരു പ്ലേറ്റിൽ നിരത്തിയിട്ടതായിരുന്നു. അങ്ങനെ നിരത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്രിസ്പിയായി മാറുന്നതാണ്. ഇതിൽ നിന്നും കുറച്ച് ഞാൻ ബിരിയാണിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് മട്ടൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കുക. 1.5 കിലോഗ്രാം മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ വെള്ളം വാർന്നു പോകാൻ വെച്ചതായിരുന്നു. ഇത് പാനിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ സവാള നന്നായി പൊടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മട്ടനിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവാള നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മട്ടനിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം 3 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/4 കപ്പ് അളവിൽ മല്ലിയില ചെറുതായി അരിഞ്ഞതും 1/4 കപ്പ് അളവിൽ പുതിനയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇവ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിനകത്തേക്ക് കുക്ക് ചെയ്തതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആ മസാലയും പേസ്റ്റും എല്ലാം നന്നായി മിക്സായി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് സമയം ആയപ്പോഴേക്കും മട്ടൻ മസാല നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ലിഡ് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി ഞാനിവിടെ ലിഡ് കൊണ്ട് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന മട്ടൻ്റെ അനുസരിച്ച് വേവിലും വ്യത്യാസം ഉണ്ടാവാം. ഇവിടെ എനിക്ക് 45 മുതൽ 50 മിനിറ്റ് സമയം വരെ കുക്കിങ്ങിനായിട്ട് ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. അതിനായി 5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 ഗ്ലാസ് ജീരകശാല അരി 30 മിനിറ്റ് സമയം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്.
പിന്നീട് ഒരു പാനിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് 4 ഏലക്കായും 4-5 ഗ്രാമ്പുവും പിന്നീട് 2 കഷ്ണം പട്ടയും ഒരു ബേ ലീഫും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഏലക്കായ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 7.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന വിധത്തിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മളിത് കുതിർത്താണ് അരി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ അരി ഞാനൊരു സ്ട്രെയിനറിലേക്ക് ചേർത്ത് വെള്ളമെല്ലാം കളഞ്ഞെടുത്തിരുന്നു. ആ അരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അരി ചേർത്തതിന് ശേഷം നന്നായി തിളയ്ക്കുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇതിൻ്റെ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അരിയെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ചേർത്തത്. ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ മൂടി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ കുതിർത്തത് കൊണ്ടാണ് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ചേർത്തത്. അല്ലെങ്കിൽ 2 ഗ്ലാസ് ആണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഏകദേശം ഒരു 30 മിനിറ്റിന് ശേഷം ഞാനിവിടെ മട്ടൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മട്ടൺ ഒരു 1/4 ഭാഗത്തോളം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ കട്ടിയുള്ള 1-ാം പാലാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മട്ടൻ ബിരിയാണിക്ക് തേങ്ങാപ്പാൽ നിർബന്ധമാണ്. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഇത് കവർ ചെയ്ത് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിതിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മട്ടൺ എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്രേവി കൂടുതൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് ഇതിനകത്തെ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് തുറന്ന് വെച്ച് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ ഗ്രേവി എല്ലാം വറ്റി ആവശ്യത്തിനുള്ള മസാല തയ്യാറായിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ഇതിന് മുകളിൽ നിരത്തിയിട്ട് കൊടുക്കാവുന്നതാണ്. കുറേശ്ശെയായി ചോറ് ഇതിന് മുകളിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുക. ഒരു ലെയറായി ചോറ് നിരത്തിയിട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാലിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കലക്കി വെച്ചിരുന്നു. അത് ഇതിന് മുകളിലേക്ക് കുറച്ച് കുടഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും പിന്നീട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും റേസിൻസും ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് മുകളിലായി ഒരു ലെയർ കൂടെ ചോറ് നിരത്തിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലും മഞ്ഞൾപ്പൊടിയും ചേർത്ത മിശ്രിതം ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ കളർ ചേർക്കുന്നതിന് പകരമാണ് ഞാനിവിടെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഫ്രൈഡ് ഒനിയനും അതുപോലെ തന്നെ മല്ലിച്ചപ്പും പിന്നെ കുറച്ച് റേസിൻസും എല്ലാം ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫോയിൽ ഉപയോഗിച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫോയിൽ ഉപയോഗിച്ച് നന്നായി കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് സമയം ചെറിയ തീയിൽ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി മട്ടൻ ബിരിയാണി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വിഭവങ്ങൾ ആയി വരുന്നത് സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. Thank you for watching.